3 essay ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 2 എണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോന്നിനും 8 മാർക്ക് വീതം. അതിൽ നമ്മൾ ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഭാഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റയാണ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ പേഴ്സണൽ ഇന്റർവ്യൂ, നമ്മുടെ ടെലിഫോൺ ഇന്റർവ്യൂ മെത്തേഡ്, ദെൻ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. ആ ഓരോ മെത്തേഡ് എന്താണെന്നും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എസ്സേക്ക് ചോദിക്കാം. അത് എസ് ആയിട്ട് വരുമ്പോൾ കുറച്ച് എഴുതാനുണ്ട്. അവനി സെക്കൻഡ് വൺ, ഫൈൻഡ് ഔട്ട് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇത് ഒരു കണ്ടിന്യൂസ് ഡാറ്റയിൽ തന്നെയായിരിക്കും തരുന്നത്, കണ്ടിന്യൂസ് ടേബിളിലായിരിക്കും തരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ഈ 3 എണ്ണവും കണ്ടുപിടിക്കണം. അരിത്മെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇത് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 8 മാർക്കിന്റെ എസ്സേക്ക്. പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. അതായത് ആ വലിയൊരു ഫോർമുല വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. അതിന്റെ കൂടെ പിള്ളേരെ മെൻഷൻ വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിക്കാം. അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റിന് ഒരു 5-6 പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ചോദിക്കാം. അതിന്റെ കൂടെ ക്ലബ് ചെയ്തിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്.